ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ആദ്യ അടുത്ത് പറയുന്നുണ്ട്, ഇവന്റെ ഡാഡിയാണ് എൻ്റെ മുഖത്ത് തല്ലിയത്. ഞാൻ ഫിറ്റായി പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ രണ്ടടി മഹേഷിനെ കൊടുത്താനെ. എന്തായാലും അതിൻ്റെ പേരിൽ ഇവൻ പഠിക്കാൻ വേണ്ടി പോവണ്ട. ഇവന് ചെലവ് ചിലവും കൊടുത്തത് ഞാനാണ്. ഇവനിനി പഠിക്കാൻ പോവണ്ട എന്ന് പറയുമ്പോഴേക്കും സുമിത പറയുന്നുണ്ട്, ആകാശ് അവൻ പഠിക്കാൻ പോട്ടെ, അവൻ്റെ പഠിപ്പ് വെറുതെ ആകാശം മുടക്കണ്ട എന്ന് പറയാണ്. ഈ കാര്യത്തിൽ സുമിത ഇടപെടണ്ട. ദേ, ഇവന്റെ ഡാഡി ഇല്ലേ തല്ലിയത് എന്നെയാണ് എന്ന് പറയാണ്. അതുകൊണ്ട് ഇവൻ ഇനി പഠിക്കാൻ പോവണ്ട. അഥവാ ഇവന്റെ ഡാഡിയുടെ കൂടെ എങ്ങാനും ഇറങ്ങി പോവാനാണ് ഇവന്റെ ഉദ്ദേശമെങ്കിൽ ഇവന്റെ മമ്മി ഇവിടെ കിടന്ന് മരിക്കുന്നത് ഇവനെ കാണേണ്ടി വരും എന്ന് പറയുമ്പോൾ ആദ്യം ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. സുമി പറയണ്ട്, മോനെ ആദി നീ ഒരു സോറി പറഞ്ഞേക്ക് ആകാശ് അങ്കിളിനോട്. ആകാശ് പറയണ്ട്, സോറി കൊണ്ടൊന്നും തീരില്ല സുമിത. ആകാശ് ഒന്ന് ക്ഷമിക്ക്. മോനെ ആദ്യം ഒന്ന് സോറി പറ. ഞാനെന്തിനാ സോറി പറയണം? അത് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ആദ്യം ചോദിക്കുമ്പോൾ സുമിത പറയുന്നുണ്ട്, മോനെ തെറ്റ് സംഭവിച്ചു പോയി. കാരണം മോൻ വീണത് തന്നെത്താനെയല്ലേ. പക്ഷെ അത് ആകാശിന്റെ ചെവിയിൽ മഹേഷിന്റെ ചെവിയിൽ എത്തിയത് മോൻ ആകാശ് അടിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അതിന്റെ പേരിലാണല്ലോ ആകാശിനെ മഹേഷ് ഇങ്ങനെ അടിച്ചത്. അതുകൊണ്ട് മോൻ്റെ സോറി പറഞ്ഞാൽ തീരേണ്ട പ്രശ്നമേ ഉള്ളൂ. മോനെ പഠിക്കാനും പോകാം എന്ന് പറയാണ്. അപ്പോഴേക്കും ആദ്യം ഒന്ന് നോക്കുന്നുണ്ട്. അപ്പൊ രചന, മോനെ സോറി പറ എന്ന് പറയണം. ആദ്യം ആകാശിനെ നോക്കുമ്പോഴേക്കും ആകാശ് പറയണ്ട്, എൻ്റെ മുഖത്ത് നോക്കി നീ സോറി പറയണം എന്ന് പറയുമ്പോഴേക്കും ആദ്യം പെട്ടെന്ന് തന്നെ ആകാശിന്റെ മുഖത്ത് നോക്കാണ്. എന്നിട്ട് പറയണ്ട്, ഡാഡിയുടെ മോൻ ഡാഡി ചെയ്ത തെറ്റിന് സോറി പറയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് പോവാണ്. അത് കേൾക്കുമ്പോൾ ആകാശിന്റെ ദേഷ്യം വരാട്ടോ. കണ്ടോ അവൻ അപ്പോഴും സോറി പറഞ്ഞതും എൻ്റെ അഹങ്കാരത്തിലാ പറഞ്ഞത് ഡാഡിയുടെ മോൻ. അപ്പൊ അവൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇനിയും അവന്റെ ഡാഡി വന്ന് എന്നെ അടിക്കുമെന്നല്ലേ. കണ്ടോ, ആ സോറി പറഞ്ഞപ്പോൾ ജയിച്ചതാരാണ്? അവനാ ജയിച്ചത്, അവൻ എന്ന് പറയുമ്പോൾ സുമിത പറയണ്ട്, ആകാശ് പോട്ടെ, ആകാശ് വിട്ടുകള. ഒരിക്കലും അവന്റെ പഠിപ്പൊന്നും മുടക്കാൻ ആകാശിന് സാധിക്കില്ല എന്ന് പറയുമ്പോൾ രചന അവിടെ നിന്ന് പോകുന്നുണ്ട്. സുമിത പോകാൻ പോകുമ്പോഴേക്കും ആകാശ് വിളിക്കുകയാണ്, അതെ സുമിത ഒന്നിന്നേ. സുമിത വെറുതെ ഈ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ സുമിത പറയുന്നുണ്ട്, ആകാശിനൊരിക്കലും അവന്റെ പഠിപ്പ് മുടക്കാൻ സാധിക്കില്ല. അവനല്ലെന്നുണ്ടെങ്കിലേ രചനയെ നോക്കാണ്ട് അവന്റെ ഡാഡിയുടെ കൂടെ ഇറങ്ങിപ്പോകും. അതുകൊണ്ടിട്ടാണ് ഞാൻ കറക്റ്റ് സമയത്ത് അങ്ങനെ ഒന്ന് സംസാരിച്ചത്. ആ കാര്യങ്ങൾ നീക്കുമ്പോഴേ ബുദ്ധിപൂർവ്വം നീക്കണം ആകാശ് എന്ന് പറഞ്ഞിട്ട് രചനയല്ല സുമിത അകത്തേക്ക് കയറി പോവാട്ടോ. പിന്നീട് കാണിക്കണത് ഇഷിതയുടെ അടുത്തേക്ക് ദേവിക ഡോക്ടർ മോളുടെ മോളെയും കൂട്ടിക്കൊണ്ട് വരുവാട്ടോ. അപ്പൊ ആ കുട്ടി വീൽ ചെയറിലാണ് വരുന്നത്. വീൽ ചെയറിൽ വരുന്ന ആ കുട്ടിയെടുത്ത് ഇഷിത ചോദിക്കണ്ട, ആഹാ മോള് മിടുക്കിയാണല്ലോ, എന്താ മോളെ വീട്ടിൽ വിളിക്കുന്ന പേര്? പൊന്നു. ആഹാ, പൊന്നു മോള് കൊള്ളാം, നല്ല പേരാ. എന്താ ഡോക്ടറിന്റെ പേര് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേര് ഇഷിത. ആ, ഡോക്ടർ ആൻറ്റി എന്ന് ഞാൻ വിളിക്കാം. ഓക്കെ, മോൾക്ക് വേദനയുണ്ടോ? ആ, ചെറിയ വേദനയുണ്ടെന്ന് പറയുമ്പോൾ ഇഷിത ആ പൊന്നൂന്റെ വയറിൽ ഇങ്ങനെ പിടിച്ച് അമർത്തുവാട്ടോ. അയ്യോ നല്ല വേദനയുണ്ട് എന്ന് പറഞ്ഞ് കരയും. അപ്പോൾ ഇവിടെയാണ് മോളുടെ പ്രശ്നം. ദേ, ഈ വേദന ഈ ഡോക്ടറിൻ്റെ അടുത്ത് കളയാൻ കേട്ടോ. എല്ലാ ഡോക്ടർമാരും അങ്ങനെ തന്നെ എന്നോട് പറയാറ്. പക്ഷേ വേദന പോവില്ല, എപ്പോഴും നല്ല വേദനയാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ആ കുഞ്ഞ് പറയുമ്പോഴേക്കും ഇഷിതക്ക് വിഷമാവുന്നു കേട്ടോ. ഇഷിത പറയണ്ട, പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഈ ഡോക്ടർ ആൻറ്റി അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ല. അതുകൊണ്ട് മോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ. എന്നിട്ട് പൊന്നൂൻ്റെ അമ്മയടുത്ത് പറയുന്നുണ്ട്, അതെ അഡ്മിഷൻ ഫോം കിട്ടും, അതൊന്ന് ഫില്ല് ചെയ്യണം, നാളെയാണ് സർജറി, എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ദേവിക ഡോക്ടർ പറയണ്ട്, ഞങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇഷിത വന്നേക്കുന്നത് എന്ന് പറയണം. ഇഷിത പറയുന്നുണ്ട്, അതെ ദേവിക ഡോക്ടർക്ക് ശരത്ത് പറഞ്ഞ ഡോക്ടർ അറിയാമോ? അറിയാം, ബോംബെയിലെ വലിയൊരു ഡോക്ടറല്ലേ, പീഡിയാട്രീഷ്യൻ. അതെ, അദ്ദേഹം ഇഷിതയുടെ പ്രൊഫസറും കൂടിയല്ലേ? അതെ, അദ്ദേഹം നാളെ വരുന്നുണ്ട്. ആണോ? അദ്ദേഹത്തിൻ്റെ കൂടി മേൽനോട്ടത്തിലായിരിക്കും സർജറി നടക്കുന്നത്. എന്തായാലും കുഞ്ഞിൻ്റെ അസുഖം യഥാർത്ഥ അസുഖം എന്താണെന്ന് തിരിച്ചറിഞ്ഞല്ലോ. നാളെ എന്തായാലും സർജറി നടക്കും, കുഞ്ഞിൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറും, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾ പോയിക്കോളൂ കേട്ടോ എന്ന് പറയാണ്. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി പോകാൻ പോകുമ്പോൾ പെട്ടെന്ന് ദേവിക ഡോക്ടർ ഇഷിതേനെ ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് ഇഷിത എന്ന് വിളിക്കുമ്പോൾ, എന്താ ഡോക്ടർ പേടിക്കേണ്ട, ഒന്നും ഉണ്ടാവില്ല, എല്ലാം ഓക്കെ ആകും എന്ന് ഇഷിത പറയാണ്. ദേവികക്ക് വിഷമം കൊണ്ട് അവിടെ നിന്ന് പോവാട്ടോ. ഇഷിതക്ക് ദേവികയുടെ പെരുമാറ്റത്തിൽ ഒരു സംശയമൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന രജിതനെ സുമിതേനെയാണ്. അവർ ഇഷിതയുടെ ഫോട്ടോ ഒരു വലിയൊരു ഗുണ്ടനെ കാണിച്ചു കൊടുക്കാട്ടോ. സുമിത പറയുന്നുണ്ട് ആ ഒരു ഗുണ്ടയുടെ അടുത്ത്, ഇവളാണ് ഇഷിത, സിറ്റി ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യണത് എന്ന് പറയുമ്പോൾ രചന പറയുന്നുണ്ട്, അതെ പലപ്പോഴും രാത്രിയാണ് ഇവള് തിരിച്ചു വരുന്നത്, പിന്നെ കാണുമ്പോൾ ഒരു കാർ ആക്സിഡന്റ് ആണെന്നേ തോന്നാവോ, ഒരിക്കലും കാറിലേക്ക് വണ്ടി ഇടിച്ച് കയറി എന്നൊക്കെ പറയുമ്പോഴേക്കും അത് അന്വേഷണമാകും, അതുകൊണ്ട് നിയന്ത്രണം വിട്ട് കാർ ആക്സിഡന്റ് ആയി
അങ്ങനെ ആക്കി തീർത്താൽ മതി എന്ന് പറയുമ്പോഴേക്കും ആ ഒരു ഗുണ്ട പറയുന്നുണ്ട്, അത് ഗുണ്ടയുടെ പേര് പ്രാഞ്ചി എന്നാണ് കേട്ടോ. ആ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അത് നിയന്ത്രണം വിട്ടെന്നൊക്കെ പറയുമ്പോഴേക്കും അവരുടെ കാറിൽ കയറി പണിയേണ്ടി വരും. കാറിൽ കയറി പണിയുന്നുണ്ടെങ്കിൽ കുറച്ച് അഡ്വാൻസ് കൂടുതൽ വേണ്ടി വരും, ഒരു 25,000 രൂപ എക്സ്ട്രാ വേണ്ടി വരും എന്ന് പറയുമ്പോൾ സുമിത രചനനെ നോക്കിയിട്ട് കൊടുത്തേക്ക് എന്ന് പറയാണ്. രചന പറയുന്നുണ്ട്, ഓക്കെ തീർച്ചയായിട്ടും ഞാൻ തരാം, പക്ഷെ കാര്യം നടന്നിരിക്കണം. പിന്നെ അവൾ കാറായിട്ട് പോകുമ്പോൾ ഒരിക്കലും അവളുടെ ഭർത്താവോ അല്ല അവളുടെ കൂടെ കുഞ്ഞുങ്ങളോ ആരും ഉണ്ടാവാൻ പാടില്ല, അവളെ മാത്രമേ ടാർഗറ്റ് ചെയ്യാവൂ. അതൊക്കെ അത്രയേ ഉള്ളൂ. പ്രാഞ്ചി ഒരു കാര്യമായിട്ടാ അത് നടത്തിയിരിക്കും. പിന്നെ അവളെ ഇനിയിപ്പോൾ എന്തായാലും കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ കിടന്ന കിടപ്പിൽ അവൾ നരകിക്കണ കാഴ്ച എനിക്ക് കാണണം എന്ന് രചന പറയുമ്പോൾ ആ ഗുണ്ട പറയണ്ടു, ഒരിക്കലും അവൾക്ക് അങ്ങനത്തെ ഒരു വിധി ഉണ്ടാവില്ല മാഡം, അവൾ മരിച്ചിരിക്കും. ഈ പ്രാഞ്ചിന് ആരാന്നേ ദേ സുമിത മാഡത്തിനും ചോദിച്ചാൽ മതി, മാഡത്തിന് നന്നായിട്ട് അറിയാം എന്ന് പറയാണ്. ശേഷം രചന എടുത്ത് സുമിത പറയണ്ട്, രചന നീ അഡ്വാൻസ് ചൂടോടുകൂടി പ്രാഞ്ചിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കേ എന്ന് പറയാണ്. രചന പൈസ പ്രാഞ്ചിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യണം മാഡം, എത്രയും പെട്ടെന്ന് തന്നെ ആ വാർത്ത മാഡത്തിന് കേൾക്കാൻ സാധിക്കും. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഉടനെ തന്നെ പോകണം, ഞാൻ തിരക്കുള്ള ഒരാളാണ്. ദേ സുമിത മാഡം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടർ ഇഷിത മരിച്ചിരിക്കും, ആ വാർത്ത നിങ്ങൾക്ക് ഉടനെ തന്നെ കേൾക്കാൻ പറ്റും. അപ്പോൾ ശരി ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞ രചനയും സുമിതയും കൂടി അവിടെ നിന്ന് അങ്ങ് പോകാട്ടോ. അവർ പോയി കഴിയുമ്പോഴേക്കും പ്രാഞ്ചി ആ പൈസ ഇങ്ങനെ മണത്തു നോക്കുകയാണ്. ഹായ്, നല്ല മണം, നല്ല ചോരയുടെ മണം എന്നിങ്ങനെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇഷിതിനെ മഹേഷിനെയാണ്. അവരിങ്ങനെ ബീച്ചിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുവാട്ടോ. ഇഷിതെടുത്ത് മഹേഷ് ചോദിക്കണ്ട്, എന്താടോ താൻ കടലിന്റെ ഭംഗി ആസ്വദിക്കാണോ? എന്താ മഹേഷിന് ബോറടിക്കുന്നുണ്ടോ? വീട്ടിൽ പോയിട്ട് ഇപ്പൊ എന്ത് പണിയാ മഹേഷ് ഉള്ളത്? അത് ശരിയാ, ഇവിടെ നിൽക്കുമ്പോൾ ഒരു ആശ്വാസമൊക്കെ ഉണ്ടോ എന്ന് പറയാണ്. താൻ എന്താ ആലോചിക്കണത്? ഒന്നുമില്ല മഹേഷ്, നാളെയാണ് ആ പൊന്നുവിൻ്റെ സർജറി. ഡൽഹിയിൽ നിന്ന് വലിയൊരു ഡോക്ടർ വരുന്നുണ്ട്, എൻ്റെ പ്രൊഫസറാണ്. മഹേഷിനടുത്ത് ഞാൻ പറഞ്ഞോന്ന് അറിയില്ല, നമുക്ക് ഈ കാര്യങ്ങളൊന്നും പറയാൻ സമയം ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പോഴല്ലേ നമ്മൾ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ തുടങ്ങിയത്. അതെ, നാളെ എന്തായാലും സർജറി നടക്കും. അപ്പോൾ നാളെ സർജറി കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥലം വിടുമല്ലേ? അതെ, സർജറി കഴിഞ്ഞിട്ട് നമുക്ക് ടൂറ് പോകാം. എന്തായാലും അവൾ ഓക്കെ ആവും മഹേഷ്, എനിക്ക് ആ ഒരു സമാധാനമുണ്ട്. പിന്നെ കടലിലേക്ക് നോക്കി നിന്നത് ഞാൻ വേറൊന്നുമല്ല, മുമ്പ് മാധവിൻ്റെ കൂടെ മിക്കപ്പോഴും ഈ കടപ്പുറത്തേക്ക് വരുമായിരുന്നു. ഇവിടെ നിന്നായിരുന്നു ഞങ്ങളുടെ പ്രണയ സല്ലാപം. മഹേഷ് പറയണ്ട്, താൻ പറഞ്ഞോ, ഞാനതൊക്കെ ആ രീതിയിലേ കേൾക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും പൊട്ടനായ ചെറുപ്പക്കാരൻ മാധവാണ് എന്ന് പറയുമ്പോഴേക്കും ഇഷിത പറയണ്ട്, മാധവ് അയാൾ ഒരിക്കലും എന്നെ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഡോക്ടർ ദേവിക ഞാൻ ഒരിക്കലും ഗർഭിണി ആവില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഷോക്ക് ഉണ്ടായില്ല. പക്ഷെ മാധവ് കതിർ മണ്ഡപത്തിൽ വെച്ചിട്ട് പറഞ്ഞതാണ്, എൻ്റെ അമ്മയുടെ തീരുമാനമാണ് എൻ്റെ തീരുമാനമെന്ന്. അന്ന് എൻ്റെ മനസ്സിലേറ്റ മുറിവ് അതൊരിക്കലും മാറിയിട്ടില്ല മഹേഷ്. ഈ കടപ്പുറത്ത് വന്നിട്ട് ഞാനതിപ്പോൾ എപ്പോഴും വിഷമിക്കുമായിരുന്നു, പക്ഷെ ഇപ്പം ഈ കടപ്പുറത്ത് നിന്നിട്ട് വിഷമിക്കാൻ എനിക്ക് തോന്നണില്ല. ഇപ്പോൾ ഒരു സന്തോഷമാണ്, പഴയതൊക്കെ പോയിട്ട് പുതിയൊരു ജീവിതം വന്ന പോലെ. അത് ഞാൻ ആസ്വദിക്കാം മഹേഷ് എന്ന് മഹേഷ് പറയുമ്പോൾ താൻ പറഞ്ഞത് നന്നായിടോ, എനിക്കിപ്പോൾ ഒരു കണക്കിന് തന്നോട് അസൂയാണ് തോന്നുന്നത്. എത്ര നല്ലൊരാളെയാണ് എനിക്ക് കിട്ടിയത്. താൻ കടപ്പുറത്ത് വരുമ്പോഴേക്കും താൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി, തൻ്റെ മനസ്സിലേറ്റിയ മുറിവ് താൻ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അതേ മഹേഷ്, ഒരിക്കൽ പവിത്രമായിട്ട് കിട്ടിയ താലി എത്ര നിസ്സാരമായിട്ടാ മാധവ് ഊരി മാറ്റിയത്. അത് മാത്രമല്ല, മാധവിനെ സ്നേഹിച്ച നിമിഷങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ ഞാൻ ഒരുപാട് പാഴാക്കി കളഞ്ഞു എന്ന് പറയുമ്പോൾ മഹേഷ് പറയണ്ട്, എടു ഇഷിത, തന്നെ ഞാൻ ഇന്നും ഇന്നലെ സ്നേഹിക്കാൻ തുടങ്ങിയതല്ല, കുറച്ച് നാൾ മുമ്പേ സ്നേഹിക്കാൻ തുടങ്ങിയതാണ്. തന്നെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. താനത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ തൻ്റെ മനസ്സിൽ എൻ്റെ സ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. ഇഷിത പറയണ്ട്, ഇപ്പോൾ എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു മഹേഷ്, മനസ്സിലൊരു കുളിർമ പോലെ. എനിക്കും അതേടോ. അതെ, ആ കുളിർമയോടുകൂടി തന്നെ നമുക്ക് ഒരു കോഫി കുടിച്ചാലോ, പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട്? തീർച്ചയായിട്ടും എന്ന് ഇഷിത പറയാണ്. രണ്ടുപേരും കൂടി സന്തോഷത്തോടെ കോഫി കുടിക്കാൻ വേണ്ടി പോവാട്ടോ. പിന്നീട് കാണിക്കുന്ന രാത്രിയാണ്. രാത്രിയായിട്ട് ഉറങ്ങാൻ പറ്റാതെ മനസ്സുനിയാണെങ്കിൽ രചനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. രചന എടുത്ത് പറയണ്ടേ, എനിക്കൊരു സമാധാനമില്ല. ആ ഡോക്ടർ ദേവിക എന്തെങ്കിലും സത്യം ഇഷിതടുത്ത് പറയുമെന്ന് പേടിയാവുന്നു എന്ന് പറയുമ്പോൾ രചന പറയണ്ട, ഒരിക്കലും അവർ ആ സത്യം ഇഷിതടുത്ത് പറയില്ല. പറയണമെങ്കിൽ അവർക്ക് എപ്പോഴേ ആവായിരുന്നു. ഡോക്ടർ ദേവിക ഇവിടെ വന്നത് അവരുടെ കൊച്ചുമകളുടെ ചികിത്സക്ക് വേണ്ടിയിട്ടാണ്. ആ ചികിത്സയുടെ ഓപ്പറേഷൻ നാളെയാണ്. ആ കുട്ടി ഓക്കെ ആകും, അതന്നെയാണ് എൻ്റെ പേടി. എന്തിനാ പേടിക്കണത്? കനത്ത ഹോസ്പിറ്റൽ ബില്ല് കൊടുത്തിട്ടാണ് ഇഷിത ആ ചികിത്സ നടത്തുന്നത്, ഓപ്പറേഷൻ നടത്തുന്നത്, അല്ലാതെ ദാനമായിട്ടൊന്നുമല്ല. ആൻറ്റി ഒന്നും സമാധാനം ഇല്ലാതെ ഒന്നും ഇരിക്കല്ലേ, എല്ലാം ഓക്കെ ആവും. ആൻറ്റി വെറുതെ
ടെൻഷൻ അടിക്കുകയാണ്. അതെ, എനിക്ക് ടെൻഷനാണ്. ദേവിക ഡോക്ടർ എന്തെങ്കിലും സത്യം ഇഷ്ടടുത്ത് പറയുമെന്ന് ഓർത്തിട്ട്. അല്ല, മുമ്പ് എന്നെ പോലെ തന്നെ ടെൻഷനായിരുന്നു നിനക്കും. മറ്റന്നാളെയാണ് മഹേഷും ഇഷ്ടയും ടൂറ് പോണത്. പക്ഷെ ഇപ്പൊ നിനക്ക് ഒരു ടെൻഷനും ഇല്ലല്ലോ, അതെന്താ കാരണം എന്ന് മനസ്സിന് ചോദിക്കുമ്പോൾ രചന പറയുന്നുണ്ട്, ഞാനതിന് ടെൻഷൻ ആവണം? മഹേഷിന്റെ ഭാര്യ ഇഷിത, പിന്നെ എൻ്റെ മോളെ നോക്കണതും ഇഷിത തന്നെയാണ്. നാളെ എൻ്റെ മോനെ നോക്കാനും ഇഷിതക്ക് സാധിക്കും. അതുകൊണ്ട് ഞാനതിനെ പേടിക്കണം. എനിക്കിപ്പോൾ ഇഷിതടുത്ത് ഒരു വിരോധവും ഇല്ല എന്ന് രചന പറയുമ്പോൾ മനസ്സിനെ ആകെ ഞെട്ടിപ്പോട്ടോ. ഇവൾക്ക് എത്തിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സാന്തരം വന്നു എന്നിങ്ങനെ ആലോചിക്കുന്ന മനസ്സിനെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇഷിതയും മഹേഷും കൂടി രാത്രി ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് അത് ആ ഫോണിലേക്ക് ആദ്യം വിളിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇഷിതയും മഹേഷും അത് കേട്ട് ഷോക്കാവുന്നുണ്ട്. ശേഷം ആ ഗുണ്ടകളാണെന്നുണ്ടെങ്കിൽ ഇഷിതയുടെ കാറിൽ എന്തൊക്കെയോ പണിയാട്ടോ താഴ്ത്തിരുന്നിട്ട്. കാറിന്റെ ബ്രേക്ക് കളയാണ്. ആ കാര്യം സുമിതയുടെ രചനടുത്ത് വിളിച്ചു പറയുന്നുണ്ടാകുകൊണ്ട് സുമിതക്കും രചനക്കും ഭയങ്കര സന്തോഷമാവാട്ടോ. അപ്പൊ നാളെ ഇഷിതയുടെ മരണം കാണും എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിലിരിക്കുകയാണ് അവര്. പിന്നെ മഹേഷ് രചനടുത്ത് ആദ്യം പറയുന്നുണ്ട്, ആ കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് ഏത് കാര്യത്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ആ ഒരു ഭാഗം പ്രൊമോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.